വോമിറ്റ് ചെയ്യാൻ എന്താ പറ്റിയേ? അറിയില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് കുഴപ്പമായെന്നാ തോന്നുന്നത്. വയറ്റിന് പിടിച്ചു കാണില്ല. ടാബ്ലറ്റ് എന്തെങ്കിലും കയ്യിലുണ്ടോ? ഉണ്ട്. മരുന്നും കഴിച്ചു. അപ്പൊ ഇത് തന്നെ. ഇപ്പൊ തന്നെ ഇത് അവന്തിക മാഡത്തിനെ വിളിച്ചറിയിക്കണം. നന്ദൻ സാറ് ഇത്രയ്ക്ക് ദുഷ്ടനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഭാര്യ ഉള്ളപ്പോ വേറൊരു പെണ്ണിന്റെ കൂടെ. ഛേ, എന്നാ പിന്നെ ഞങ്ങൾ പോയിക്കോട്ടെ. നിങ്ങൾ പൊയ്ക്കോ, ഞങ്ങള് തിരിച്ചു പോവാ. ഇന്നിനി അമ്പലത്തിൽ പോകുന്നില്ല. ഞാനാകെ ഛർദ്ദിച്ച നാശായി. ഇനി ഈ ഡ്രസ്സ് ഇട്ടുകൊണ്ട് അമ്പലത്തിൽ പോകാൻ വയ്യ. നന്ദ, എന്നെ തിരിച്ചു കൊണ്ടുപോയി വിട്ടേക്ക്. ഞങ്ങൾ പോട്ടെ. ഡോക്ടറെ അങ്ങോട്ട് ആക്കിയിട്ട് നന്ദിട്ട് ഓഫീസിലേക്ക് പോവല്ലേ? പോവും. നിങ്ങളെന്നാ തിരിച്ചു വരിക? 2 ദിവസം അവിടെ നിൽക്കണമെന്ന് തീരുമാനിച്ചിട്ടാണ് ഇറങ്ങിയത്. എന്നാ ശരി, ഞങ്ങൾ പോട്ടെ. പാർച്ചന, ആ വെള്ളം കഥാ കേറിക്കോ. അർച്ചനയും സച്ചിയും എന്തെങ്കിലും വിചാരിച്ചു കാണുമോ? എന്ത് വിചാരിക്കാൻ? ഒന്നും വിചാരിക്കില്ല. താൻ ധൈര്യമായിട്ടിരിക്കേ. അല്ല, ഞാൻ ഛർദ്ദിച്ചത് കണ്ട് അവരെന്തെങ്കിലും തെറ്റിദ്ധരിച്ചു കാണുമെന്ന് എന്റെ സംശയം. സച്ചേട്ടാ, എനിക്ക് എന്തോ ഒരു കൺഫ്യൂഷൻ. എന്ത് കൺഫ്യൂഷൻ? നീ വെറുതെ ആവശ്യമില്ലാത്തൊന്നും ആലോചിച്ച് കൂട്ടല്ലേ. എനിക്ക് മനസ്സിലായി നിന്റെ സംശയം എന്താണെന്ന്. കാര്യമൊക്കെ ശരിയാ. അവരത്ര ബുദ്ധിയില്ലാത്ത ആൾക്കാരൊന്നും അല്ല. പക്ഷേ അവരുടെ രണ്ടുപേരുടെയും ചമ്മലും രീതികളൊക്കെ കാണുമ്പോൾ എനിക്കെന്തോ ഒരു സംശയം. താൻ ആവശ്യമില്ലാത്തൊന്നും സംശയിച്ചു കൂട്ടണ്ട. ഏതെങ്കിലും ഒരു പെണ്ണ് വൊമിറ്റ് ചെയ്തു പോയാൽ അപ്പം തുടങ്ങും മറ്റു പെണ്ണുങ്ങൾക്ക് സംശയം. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല അവരുടെ അടുപ്പം, അതറിയാലോ. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അക്കാര്യത്തില് നന്ദേട്ടനെ കുറ്റം പറയാൻ പറ്റില്ല. അവന്തികടത്തിയുടെ സ്വഭാവം തന്നെയാ എല്ലാത്തിനും കാരണം. ഇതെങ്ങാനോ അവന്തികടത്തിയുടെ ചെവിയിലെത്തിയ പിന്നെ അത് മതി നെല്ലിശ്ശേരിയിൽ പൂരം തുടങ്ങാൻ.